ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജാഫസ് ഇംഗ്ലീഷ്. എല്ലാവർക്കും ഈ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട 5 അടിസ്ഥാന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഈ 5 കാര്യങ്ങൾ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പത്രം വായിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾക്കിത് അറിയുന്നതാവാം. ഇനി ഈ വീഡിയോയിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിൻ്റെങ്കിലും നിങ്ങൾക്ക് പുതിയതായിട്ട് കിട്ടിയാൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, 5 ബേസിക്സ് യു മസ്റ്റ് നോ വൈൽ റീഡിങ് ദ ന്യൂസ് പേപ്പേഴ്സ്. ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളാണ്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്താലോ. ആദ്യത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പലപ്പോഴും ന്യൂസ് പേപ്പേഴ്സിൽ വിൽ എന്ന് പറയുന്ന വേർഡ് മറ്റൊരു വേർഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യാറുണ്ട്. അതായത് വില്ലിന് പകരം ടു ആണ് ഉപയോഗിക്കാറുള്ളത്. വില്ല് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്? നടക്കാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ കാര്യം പറയാനാണല്ലോ നമ്മൾ വില്ല് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ വിൽ ഉപയോഗിച്ച് പറയുന്നതിന് പകരം പത്രങ്ങൾ ടു ഉപയോഗിച്ച് ഫ്യൂച്ചർ പറയുന്ന ഒരു രീതിയുണ്ട്. ഉദാഹരണത്തിന് ഞാനിവിടെ തന്നിരിക്കുന്ന ഈ വാർത്തയൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പ്രസിഡന്റ് ദ്രൗപദി മുർമു ടു ഇനാഗുറേറ്റ് ഭാരതീയ കലാ മഹോത്സവ് 2025 ഇൻ ഹൈദരാബാദ്. ഈ വാർത്തയിൽ ടു എന്ന് പറയുന്ന വേർഡ് മാറ്റി നിങ്ങൾ വിൽ എന്ന് പറയുന്ന വേർഡ് വെച്ചൊന്ന് വായിച്ചു നോക്കിയേ. പ്രസിഡന്റ് ദ്രൗപദി മുർമു വിൽ ഇനാഗുറേറ്റ് ഭാരതീയ കലാ മഹോത്സവ് 2025 ഇൻ ഹൈദരാബാദ്. മീനിങ് ക്ലിയർ ആയില്ലേ? പല ആളുകൾക്കുള്ള സംശയമാണ് ഈ ടു എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത്. ടു ഈക്വൽ ടു വിൽ. മനസ്സിലായല്ലോ? പ്രസിഡന്റ് ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്യും എന്നാണ് ടു. എന്നാൽ ചെയ്യും, ഒരു കാര്യം ചെയ്യുമെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? ഭാരതീയ കലാ മഹോത്സവ് 2025 ഹൈദരാബാദിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ടുള്ള പോയിന്റ്. അതായത് വിൽ റിമൂവ്ഡ്, ടു യൂസ്ഡ്. വിൽ ബി റിമൂവ്ഡ് ആൻഡ് ടു വിൽ ബി യൂസ്ഡ് ഇൻസ്റ്റഡ്. ഇതാണ് ആദ്യത്തെ പോയിന്റ്. ഒരു 2-3 എക്സാമ്പിൾസ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നോക്കിയേ. പ്രൈം മിനിസ്റ്റർ ടു വിസിറ്റ് US നെക്സ്റ്റ് വീക്ക്. ഇതൊരു ന്യൂസ് പേപ്പറിൻ്റെ ഹെഡ്ലൈനാണ്, പത്രത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഹെഡ്ലൈനാണ്. സാധാരണ ഞാൻ ഈ പറയുന്ന റൂള് ഹെഡ്ലൈനുകളാണ് പൊതുവെ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, സാധാരണ ഹെഡിങ്സ് പറയുമ്പോഴാണ് ഈ ഒരു വില്ലിന് പകരം ടു ഉപയോഗിക്കുന്ന രീതി ഉപയോഗിക്കാറുള്ളത്. ന്യൂസിൻ്റെ ഉള്ളിലും ഉപയോഗിക്കാറുണ്ട്. പൊതുവെ ഹെഡ്ലൈൻസിലാണ് യൂസ് ചെയ്യാറുള്ളത്. പ്രൈം മിനിസ്റ്റർ ടു വിസിറ്റ് US നെക്സ്റ്റ് വീക്ക്. ശരിക്കും അതിൻ്റെ ഒരു ഗ്രാമർ റൂൾ പ്രകാരം അതെങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക? പ്രൈം മിനിസ്റ്റർ വിൽ വിസിറ്റ്, അല്ലേ? അങ്ങനെ ആയിരിക്കില്ലേ? ആ ടുവിനെ വില്ലാക്കി പറഞ്ഞാൽ മതി. പ്രൈം മിനിസ്റ്റർ വിൽ വിസിറ്റ് US നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് 1-2 ഗ്രാമറോടെ ഞാൻ പറഞ്ഞു പോകാം. പ്രൈം മിനിസ്റ്റർ എന്നതിൻ്റെ മുമ്പിൽ ഒരു ദ ചേർക്കേണ്ടതുണ്ട്. ശരിക്കും ഗ്രാമർ കറക്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ ദ പ്രൈം മിനിസ്റ്റർ എന്നാണ് പറയേണ്ടത്. ഏതൊരു വ്യക്തിയുടെ ടൈറ്റിൽസ് പറയുമ്പോഴും ദ ഉപയോഗിക്കണം. ദ പ്രൈം മിനിസ്റ്റർ, ദ ചീഫ് മിനിസ്റ്റർ, ദ സെക്രട്ടറി, ദ പ്രസിഡൻറ്റ്, ദ ചെയർമാൻ, ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇനി ഇവിടെ ടുവിന് പകരം നമ്മൾ വിൽ യൂസ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റിട്ടൺ ഇംഗ്ലീഷിലൊക്കെ കുറച്ചുകൂടി ഗ്രാമർ കറക്റ്റായിട്ടാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ദ പ്രൈം മിനിസ്റ്റർ വിൽ വിസിറ്റ് ദ US. രാജ്യങ്ങളുടെ പേരുകളുടെ മുമ്പിൽ ഒരിക്കലും ദ ചേർക്കാൻ പാടില്ല. ദ അമേരിക്ക എന്ന് പറയാൻ പാടില്ല, ദ ഇന്ത്യ എന്ന് പറയാൻ പാടില്ല, ദ പാകിസ്ഥാൻ എന്ന് പറയാൻ പാടില്ല, ദ ചൈന എന്ന് പറയാൻ പാടില്ല, ദ ജപ്പാൻ എന്ന് പറയാൻ പാടില്ല. പക്ഷേ ആ രാജ്യങ്ങളെ ഇതുപോലെ ഷോർട്ടായിട്ട് പറയുമ്പോൾ, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഷോർട്ട് ഫോമാണ് US, യുണൈറ്റഡ് കിങ്ഡം UK, അപ്പോൾ ദ UK, ദ US, ദ ദ കിങ്ഡം ഓഫ് സൗദി അറേബ്യ, ദ KSA, ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ ദ ഉപയോഗിക്കണം ഷോർട്ടാക്കി പറയുന്ന സമയത്ത്. മാത്രമല്ല, ഇനി അത് ഷോർട്ടല്ലാതെ പറഞ്ഞാലും സ്റ്റേറ്റ്സ്, കിങ്ഡം ഒക്കെ റിപ്പബ്ലിക്, സ്റ്റേറ്റ്സ്, കിങ്ഡം, റിപ്പബ്ലിക് പോലെയുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ ദ പറയണം. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് എഴുതുകയാണെങ്കിൽ പോലും ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, ഷോർട്ടാക്കി പറയുമ്പോഴും ദ US ആണ്. മനസ്സിലായല്ലോ? അതുപോലെ UK, യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുമ്പോഴും ദ യുണൈറ്റഡ് കിങ്ഡം എന്ന് എഴുതുമ്പോൾ ദ യുണൈറ്റഡ് കിങ്ഡം. ഇനി UK എന്നാണ് എഴുതുന്നതെങ്കിലും ദ UK എന്നായിരിക്കണം. ഓക്കെ, പോയിൻ്റ് മനസ്സിലായല്ലോ? അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, സ്കൂൾസ് ടു റീഓപ്പൺ ഓൺ മൺഡേ. മറ്റൊരു ന്യൂസ് പേപ്പറിൻ്റെ ഹെഡ്ലൈനാണ്. എങ്ങനെയായിരിക്കും ഇതിനെ നമ്മളൊന്ന് ഗ്രാമർ റൂൾ പ്രകാരം കറക്റ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ വരിക? സ്കൂൾസ് ടു റീഓപ്പൺ എന്നുള്ളത് എന്താകും? വിൽ, അല്ലേ? വിൽ ബി റീഓപ്പൺഡ്. അത് നമ്മൾ ബി റീഓപ്പൺ എന്ന് പറയുന്നത്, സ്കൂൾ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു അജീവ വസ്തുവാണ്, അല്ലേ?
ഒരു സംഗതിയാണ്. മീൻസ് അതൊരു ജീവിയല്ല. അതുകൊണ്ട് നമ്മൾ അത്തരം മനുഷ്യനോ അല്ലെങ്കിൽ ജീവനുള്ള ഒരു ജീവിയോ അല്ലാത്ത എന്തും സബ്ജക്റ്റായി വരുമ്പോൾ ആ സെൻറ്റൻസ് പാസീവിലാണ് പോകേണ്ടത്. പാസീവിൽ നമ്മൾ ബീൻ പോലെയുള്ള വാക്കുകൾ യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ സ്കൂൾസ് വിൽ റീഓപ്പൺഡിന് പകരം ബി കൂടെ കൂട്ടിയിട്ട് സ്കൂൾ വിൽ ബി റീഓപ്പൺഡ് ഓൺ മൺഡേ എന്നാണ് ശരിക്കും സെൻറ്റൻസ് വേണ്ടത്. പക്ഷേ ചുരുക്കി ഷോർട്ടാക്കിയിട്ട് സ്കൂൾ ടു റീഓപ്പൺ ഓൺ മൺഡേ എന്ന് പത്രക്കാരെഴുതുന്നു. അപ്പോൾ പത്രത്തിൻ്റെ ഭാഷ വളരെ ഷോർട്ടായിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് പത്രക്കാർക്കുള്ളൊരു നിയമമാണത്. അവർ ഹെഡ്ലൈൻസ് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക, മറക്കരുത്. ഇനി അടുത്തത് കമ്പനി ടു ലോഞ്ച് ന്യൂ സ്മാർട്ട് ഫോൺ. അവിടെ എന്താണ്? കമ്പനി വിൽ ലോഞ്ച് ന്യൂ സ്മാർട്ട് ഫോൺ എന്നായിരിക്കും അല്ലേ. ദ കമ്പനിയുടെ മുമ്പിലും ദാ വേണം. ദ കമ്പനി വിൽ ലോഞ്ച് എ ന്യൂ സ്മാർട്ട് ഫോൺ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ടു എന്ന് പറയുന്നത് വില്ലിന് തുല്യമാണ്. ഓക്കെ, അതിൻ്റെ കൂടെ ആർട്ടിക്കിൾസിൻ്റെ ദായുടെ ഉപയോഗമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഞാൻ ഒന്നുകൂടെ വിശദമായിട്ട് പറയാം. വരുന്ന പോയിൻ്റ് അതിനെക്കുറിച്ച് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം വിൽ ഈക്വൽ ടു ടു. പത്രങ്ങൾ വാർത്ത വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നടക്കാൻ പോകുന്ന ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാനാണ് ടു ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത പോയിൻ്റ് ഡിസ്കസ് ചെയ്യുക. എന്താണ് രണ്ടാമത്തെ പോയിൻ്റ്? ആർട്ടിക്കിൾസ് റിമൂവ്ഡ്, എസ്പെഷ്യലി ദ. ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എ ആൻഡ് ദ എന്ന് പറയുന്ന 3 വാക്കുകളാണ്. ഒരു എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യാനാണ് എയും ആനും യൂസ് ചെയ്യുന്നത്. ഒരു കുട്ടി അല്ലേ, എ ബോയ്. ഒരു വ്യക്തി, എ മാൻ അല്ലേ. അതുപോലെ ആനും യൂസ് ചെയ്യുന്നു. ആപ്പിൾ, ഓറഞ്ച് പോലെയുള്ള അതായത് ഇംഗ്ലീഷിൽ വവ്വൽ സൗണ്ടുകളായിട്ട് വരുന്ന ശബ്ദങ്ങളുടെ മുമ്പിൽ ആൻ യൂസ് ചെയ്യുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എ ഇ ഐ ഒ യു എന്ന് പറയുന്ന വാക്കുകളാണ് വവൽസ് എന്ന് പറയുന്നത്. അതിൽ ആരംഭിക്കുന്ന ആ സൗണ്ടുള്ള വവൽ സൗണ്ടുള്ള വാക്കുകളുടെ മുമ്പിൽ നമ്മൾ ആൻ യൂസ് ചെയ്യുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ദായാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും ആളുകൾക്ക് കൺഫ്യൂഷൻ ഉള്ളതും ദായാണ്. ഈ ദ പലപ്പോഴും ഇംഗ്ലീഷ് ഹെഡ്ലൈനിൽ, ന്യൂസ് ഹെഡ്ലൈൻസിൽ ഉപയോഗിക്കാറില്ല, ഒഴിവാക്കും. അപ്പോൾ നോക്കിയേ, 4 children drawn while bathing in Ganges ahead of Chhat Puja in Bihar. അപ്പോൾ ബീഹാറിലെ ചാത് പൂജ എന്ന് പറയുന്ന ഗംഗാനദിയിൽ 4 children 4 കുട്ടികൾ ഡ്രോൺ മുങ്ങി മരിച്ചു. എപ്പോൾ? വൈൽ ബീത്തിങ്, അവർ കുളിക്കുന്ന സമയത്ത്. ഓക്കെ, ഈ പറയുന്ന ഗംഗയിൽ കുളിക്കുന്ന സമയത്ത് 4 കുട്ടികൾ മുങ്ങി മരിച്ചു. ഇതാണ് വാർത്ത. അപ്പോൾ ഇവിടെ ഇൻ ഗെയിഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ ഗെയിഞ്ചസ് എന്നാണ് പറയേണ്ടത്, ഇൻ ഗെയിഞ്ചസ് അല്ല. ഗംഗാനദി ഏറ്റവും എല്ലാ റിവറിൻ്റെയും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നദികളുടെ പേരിൻ്റെ മുന്നിൽ ദാ വേണം. പുഴ, നദി, ഓക്കെ, അതുപോലെ കടൽ, സമുദ്രം, ഇതിൻ്റെയൊക്കെ മുമ്പിൽ ദ കമ്പൽസറിയാണ്. ദ പസഫിക് ഓഷ്യൻ, ദ ഇന്ത്യൻ ഓഷ്യൻ, മനസ്സിലായില്ല? ദ അറേബ്യൻ ഓഷ്യൻ ഓർ എന്താണ് ദ ഗെയിഞ്ചസ്. ഇനി നിങ്ങളുടെ നാട്ടിലുള്ള, ഇപ്പോൾ എൻ്റെ നാട്ടിൽ ചെറിയ പുഴയുണ്ട്, നൂൽപ്പുഴ, ദ നൂൽപ്പുഴയാണ്. ഓക്കെ, ഇത് ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും പുഴയുടെ മുമ്പിൽ ദ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ദ കബനി, ഓക്കെ, അതുപോലെ ദ ഭാരതപ്പുഴ. നദികളുടെ മുമ്പിൽ ദ നിർബന്ധമാണ്. അതുപോലെ ജോഗ്രഫിക്കൽ ഏരിയാസിൻ്റെ മുമ്പിൽ, പർവ്വതങ്ങളുടെ മുമ്പിൽ ഒക്കെ ദ നിർബന്ധമാണ്. അപ്പോൾ ദ ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട ഏരിയ, നദികളുടെ പേരിൻ്റെ മുമ്പിൽ, വലിയ ജോഗ്രഫിക് ഏരിയകളുടെ മുമ്പിൽ, പർവ്വത നിരകളുടെ മുമ്പിൽ ദ ആൽപ്സ്, ഓക്കെ, ആൽപ്സ് അല്ലെങ്കിൽ ദ വെസ്റ്റേൺ ഗട്ട്സ്, വലിയ മലനിരകളുടെ മുമ്പിൽ, പർവ്വത നിരകളുടെ മുമ്പിൽ ദ നിർബന്ധമാണ്. നദികളുടെ, പുഴകളുടെ ഒക്കെ മുമ്പിൽ ദ നിർബന്ധമാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ പേരുകളുടെ മുമ്പിൽ ഒരു കാരണവശാലും ദ ചേർക്കരുത്. ഒരു ജാഫർ അല്ലെങ്കിൽ മോഹനൻ, രാജേഷ്, ഇതിൻ്റെയൊന്നും മുമ്പിൽ ദ പാടില്ല. രാജ്യങ്ങളുടെ പേരിൻ്റെ മുമ്പിലും പാടില്ല. ദ ഇന്ത്യ എന്ന് പറയാൻ പാടില്ല. അതുപോലെ ദ ഓസ്ട്രേലിയ എന്ന് പറയാൻ പാടില്ല. ദ അമേരിക്ക എന്ന് പറയാൻ പാടില്ല. ഒരു രാജ്യത്തിൻ്റെ പേരിലും പാടില്ല. പക്ഷേ അവിടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഈ രാജ്യങ്ങളുടെ പേരിൻ്റെ കൂടെ സ്റ്റേറ്റ്സ്, കിങ്ഡം, റിപ്പബ്ലിക് എന്നിങ്ങനെ ഉണ്ടെങ്കിൽ ദ ചേർക്കണം. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദ യുണൈറ്റഡ് കിങ്ഡം, ദ കിങ്ഡം ഓഫ് സൗദി അറേബ്യ, ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുമ്പിൽ ദ വേണം. അതിനെ ഷോർട്ടാക്കി പറഞ്ഞാലും ദ വേണം. ദ UK, ദ US, ലൈക്ക് ദാറ്റ്. ഓക്കെ, എനിവേ നമ്മുടെ ഇപ്പോഴത്തെ പോയിൻ്റ് എന്താണ്? ആർട്ടിക്കിൾ റിമൂവ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. നോക്കി, മറ്റൊരു എക്സാമ്പിൾ, ഗവൺമെൻറ് പ്ലാൻസ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി.
ഈ പറയുന്ന ഒരു ഹെഡ്ലൈൻ ഇതിനെ നമ്മൾ കൃത്യമായി ഗ്രാമർ റൂൾ പ്രകാരം എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇതാ വേണ്ടേ? വേണം അല്ലേ? അതൊരു ഗവൺമെൻറ് സംവിധാനമാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റോ ഗവൺമെൻറ് സംവിധാനത്തിന് മുമ്പിൽ ഇതാ വേണം. അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് നമ്മൾ സ്ട്രെസ് ചെയ്ത് എംഫസൈസ് ചെയ്ത് പറയുമ്പോൾ വേണം. ഒരു വ്യക്തിയെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ, ആദ്യം പറഞ്ഞ ഒരാളെക്കുറിച്ച് പിന്നെയും എടുത്തു പറയുമ്പോൾ ഇതാ വേണം. ഇങ്ങനെയൊക്കെയാണ് ദായുടെ റൂൾസുകൾ. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് പ്ലാൻസ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നു. ഇവിടെ ദ ഗവൺമെൻറ് പ്ലാൻസ് എ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നതിന് മുമ്പിൽ എ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുമ്പോഴാണ് കറക്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വേണം. അപ്പോൾ 2 ആർട്ടിക്കിളോട് മിസ്സിംഗ് ഉണ്ട്. ഗവൺമെൻറ് മുമ്പിലുള്ള ദായാണ് പ്രധാനമായിട്ട്. ദ ഗവൺമെൻറ് പ്ലാൻസ് എ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അവിടെ എ കൂടി വരുമ്പോഴേ അത് പൂർണ്ണമാകുന്നുള്ളൂ. ഓക്കെ, അടുത്ത ഉദാഹരണം നോക്കിയേ. പ്രസിഡൻറ്റ് മീറ്റ്സ് ബിസിനസ് ലീഡേഴ്സ്. ഇനി ദാ യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ യുണീക്കായിട്ടുള്ള എന്തിനെക്കുറിച്ച് പറയുമ്പോഴും അതൊരു കോണ്ടെക്സ്റ്റിൽ യുണീക്കായതാവാം, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ യുണീക്കായിട്ടുള്ളതാവാം. ഓക്കെ, യൂണിവേഴ്സിൽ യൂണീക്കായിട്ടുള്ളത്. യൂണിവേഴ്സിൽ യൂണീക്കായിട്ടുള്ളത് നിങ്ങൾക്കറിയാം, സ്കൈ. ദ സ്കൈ എന്നേ പറയാൻ പാടുള്ളൂ, വെറും സ്കൈ പറയരുത്. എർത്ത്, ഭൂമിയുടെ മുമ്പിൽ ദ എർത്ത്. ദ മൂൺ, അതിൻ്റെയൊക്കെ മുമ്പിൽ ദാ വേണം. ദ സ്കൈ, ദ സൺ, സൂര്യൻ്റെ മുമ്പിൽ, സണ്ണിൻ്റെ മുമ്പിൽ ദാ വേണം. ബിക്കോസ് ദറ്റ് ഈസ് യുണീക്ക്. കൂടാതെ കോണ്ടെക്സ്റ്റിൽ യുണീക്ക് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് എത്ര രാഷ്ട്രപതിയുണ്ട്, പ്രസിഡൻ്റ് ഉണ്ട്? ഒരാളേ ഉള്ളൂ. അപ്പോൾ ദ പ്രസിഡൻറ്റ്. മനസ്സിലായോ? ഇനി അത് രാജ്യത്താവണമെന്നില്ല. നമ്മുടെ നാട്ടിലെ ഒരു ചെറിയൊരു ക്ലബിൻ്റെ പ്രസിഡൻ്റ് ആണെങ്കിൽ ആ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു പ്രസിഡൻറ്റേ ഉണ്ടാവൂ, ഒരു സെക്രട്ടറി ഉണ്ടാവുള്ളൂ അല്ലേ? നിങ്ങൾ ചില അയൽക്കൂട്ടത്തിലൊക്കെ മെമ്പേഴ്സ് ആവാം. നിങ്ങളുടെ കുടുംബശ്രീ അയൽക്കൂട്ടത്തിൻ്റെ സെക്രട്ടറി ഒന്നേ ഉള്ളൂ, അപ്പോൾ ദ സെക്രട്ടറി. പ്രസിഡൻ്റ് ഒന്നേ ഉള്ളൂ, ദ പ്രസിഡൻറ്റ്. ആ കോണ്ടെക്സ്റ്റിൽ ഒന്നേ ഉള്ളൂ. ദ സബ് ഇൻസ്പെക്ടർ, ഒരു നാട്ടിൽ ഒരു സ്റ്റേഷനിൽ ഒരു സബ് ഇൻസ്പെക്ടറേ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ പ്രാധാന്യം കൊടുത്ത് പറയുന്നു. അപ്പോൾ ദ സബ് ഇൻസ്പെക്ടർ. അതുകൊണ്ട് സബ് ഇൻസ്പെക്ടർ മുമ്പിൽ ദാ വരുന്നു. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ സബ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ മുമ്പിലും ദാ വേണം കേട്ടോ. സബ് ഇൻസ്പെക്ടറിൻ്റെ മുമ്പിൽ ദാ വേണം. അതിൻ്റെ ഒരു റൂൾ ഇതാണ്, ആ ഒരു കോണ്ടെക്സ്റ്റിൽ യുണീക്കായതിന് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കേസുകളിൽ ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ദ ഹെഡ് മാസ്റ്ററാണ്. കാരണം അവിടെ ഒരു ഹെഡ് മാസ്റ്റർ ഉള്ളത്, അദ്ദേഹം യുണീക്കാണ്. ദ പ്രിൻസിപ്പാൾ, അവിടെ ആ സ്ഥാപനത്തിൽ ഒരു പ്രിൻസിപ്പാളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ പ്രസിഡൻറ്റ് മീറ്റ്സ് ബിസിനസ് ലീഡേഴ്സ് എന്ന് പറയുന്നത് ദ പ്രസിഡൻറ്റ് മീറ്റ്സ് ദ ബിസിനസ് ലീഡേഴ്സ്. അവിടെ ആരെയാ മീറ്റ് ചെയ്യുന്നതെന്ന് എംഫസൈസ് ചെയ്ത് പറയണം. അതുകൊണ്ട് അവിടെയും ദ വേണം. ഇനി കോർട്ട് ഓർഡേഴ്സ് പ്രോബ് ഇൻ ടു സ്കാം. കോർട്ട് അല്ലേ, കോടതി ഓർഡർ ചെയ്തു. എന്താ ഓർഡർ ചെയ്തത്? അന്വേഷണം. എന്തിൽ? അഴിമതിയിൽ, തട്ടിപ്പിൽ, അല്ലെങ്കിൽ സ്കാമിൽ. ദ കോർട്ട് ഒരു സംവിധാനമാണ്, ഒരു ഗവൺമെൻറ് സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ദ കോർട്ട് ഓർഡേഴ്സ്. എന്താണ്? എ പ്രോബ്. ഇതുപോലെ എന്ത് നൗണിനെ കുറിച്ച് പറയുമ്പോഴും നൗണുകളുടെ മുമ്പിൽ നമ്മൾ എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യണം. എ പ്രോബ് ഇൻറ്റു ദ സ്കാം. എന്തിനെക്കുറിച്ചാണ്? സ്കാം. അതിനെ എംഫസൈസ് ചെയ്ത് അല്ല പ്രാധാന്യം കൊടുത്ത് പറയണം. ഓക്കെ, അതുകൊണ്ട് ദ സ്കാം. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ന്യൂസ് പേപ്പേഴ്സിൻ്റെ ഹെഡ്ലൈൻസൊക്കെ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ഹെഡ്ലൈൻസുകളിൽ ഇത്തരത്തിലുള്ള എയും ആനും ദായും മിസ് ചെയ്തതായിട്ട് കാണാം എന്ന് കരുതിയിട്ട്, അതാണ് ശരി എന്ന് കരുതിയിട്ട് നിങ്ങളുടെ റൈറ്റിങ്ങിലൊന്നും അത്തരത്തിൽ ഉപയോഗിച്ച് കളയരുത്. അത് പത്രക്കാർക്ക് വേണ്ടി മാത്രമുള്ള റൂളാണ്. നമ്മൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന് ഗ്രാമർ റൂൾ പ്രകാരം തെറ്റാണ് എന്ന് ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാർ പറയും. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, മൂന്നാമത്തെ പോയിൻ്റ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഒന്നാമത് പറയേണ്ട പോയിൻ്റാണ് ശരിക്കും. അതായത് ന്യൂസ് പേപ്പേഴ്സൊക്കെ എപ്പോഴും വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് ചാനൽസിലൊക്കെ വാർത്തകൾ പറയുന്നത് എപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും. കഴിഞ്ഞു പോയ കാര്യം പറയാനും വരാനിരിക്കുന്ന കാര്യം പറയാനും അവർ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കും. സിമ്പിൾ പ്രസൻറ്റ് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇപ്പോൾ നടക്കുന്നത്, നമ്മൾ പറയുമ്പോൾ നടക്കുന്നത്, ജസ്റ്റ് നടക്കുന്നതോ അല്ലെങ്കിൽ സ്ഥിരമായി നടക്കാറുള്ള ഏതെങ്കിലും ഹാബിച്വൽ ആക്ഷൻസോ ആണല്ലോ. പ്രസൻറ്റിലെ ഹാബിച്വൽ ആക്ഷൻസ് ആണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ പറയാറുള്ളത്. ഹി ഗോസ് ദെയർ എവ്രി ഡേ. അവൻ എല്ലാ ദിവസവും അവിടെ പോവാറുണ്ട്. ഹി അല്ലെങ്കിൽ ഷീ പ്രേസ്, അവൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. ഹി സ്റ്റഡീസ് എവറി ഡേ, അവൻ എല്ലാ ദിവസവും പഠിക്കാറുണ്ട്. ഇങ്ങനത്തെ ഹാബിറ്റ്സ് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറയുക ഹിയർ ബസ് കംസ്, അതാ ബസ് വരുന്നു. ഹിയർ ബസ് കംസ്, ദാ ബസ്, ഞാൻ പറയുമ്പോൾ ബസ് വരുന്നു. അപ്പോൾ ഹിയർ ബസ് കംസ്, ദാ ബസ് വരുന്നു.
എന്ന രൂപത്തിലൊക്കെ നമ്മൾ പറയുന്ന സംഗതിയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അല്ലേ. എന്നാൽ ഈ പറയുന്ന ജേർണലിസ്റ്റുകൾക്ക് വേറൊരു റൂളാണ്. അവരിതിനെ നടന്ന് കഴിഞ്ഞ കാര്യത്തെ പറയാൻ, പാസ്റ്റ് പറയാൻ ഈ ടെൻസ് യൂസ് ചെയ്ത് കളയും. അതുപോലെ നടക്കാൻ പോകുന്ന കാര്യം പറയാനും ഈ ടെൻസ് തന്നെ ഉപയോഗിക്കും. ഉദാഹരണമായിട്ട് ഒരു വാഹനാപകടത്തിൽ 2 ആൾ മരിച്ചു. അയാൾ മരിച്ച് അയാളുടെ മൃതശരീരം ഒരു പക്ഷേ മറവ് ചെയ്തതിന് ശേഷം വരുന്ന വാർത്തയാവാം. വാർത്ത എങ്ങനെയായിരിക്കും എഴുതുക? 1 dies in a accident, in a car accident. കാർ ആക്സിഡൻറ്റിൽ ഒരാൾ മരിച്ചു. അല്ലെങ്കിൽ എ മാൻ ഡൈസ് ഇൻ എ കാർ മിസ്ഹാപ്പ് ഓർ കാർ ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന് പറയുന്നത് ഡൈസ് എന്ന് പറയുക, ഡൈഡ് എന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഉദാഹരണം നോക്കി, ഒരു വാർത്ത നോക്കൂ. DK ശിവകുമാർ വിസിറ്റ്സ് ജയിൽഡ് കോൺഗ്രസ് MLAs amid കർണാടക പവർ ടസിൽ. ഈ ടസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിടിവലിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ പവർ ടസിൽ മീൻസ് അവിടെ ഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാര വടംവലി. ഓക്കെ, പവർ ടസിൽ എന്ന് പറഞ്ഞാൽ അധികാര വടംവലി അല്ലെങ്കിൽ അധികാര യുദ്ധം. അവിടെ അധികാര യുദ്ധം നടക്കുകയാണ് ഇവിടെ കർണാടകത്തിൽ. അപ്പോൾ അതിനിടയിൽ DK ശിവകുമാർ വിസിറ്റ്സ്, സന്ദർശിക്കുന്നു എന്നല്ലേ ശരിക്കും അതിൻ്റെ മലയാളം വരിക. DK ശിവകുമാർ വിസിറ്റ്സ്, പക്ഷേ അവരുദ്ദേശിച്ചത് DK ശിവകുമാർ വിസിറ്റഡ് എന്നാണ്. DK ശിവകുമാർ വിസിറ്റഡ് ജയിൽഡ് കോൺഗ്രസ് MLAs. ജയിലിലായ കോൺഗ്രസ് MLAമാരെ DK ശിവകുമാർ വിസിറ്റ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ഒരു കാര്യത്തെ കുറിക്കാൻ അവിടെ വിസിറ്റ്സ് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇതാണ് പത്രക്കാരുടെ ഒരു പ്രശ്നം. മനസ്സിലായല്ലോ? അടുത്ത ഒരു ഉദാഹരണത്തിലേക്ക് വരൂ. ഫയർ ബ്രേക്സ് ഔട്ട് ഇൻ മാർക്കറ്റ് 20 injured. ഒരു പത്രത്തിലെ ഒരു തലക്കെട്ടാണ്. ശരിക്കും ഫയർ നടന്നതിന് ശേഷം വരുന്ന വാർത്തയാണ്. ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ തീപിടുത്തമുണ്ടായി, പൊട്ടിപ്പുറപ്പെട്ടു, അല്ലെങ്കിൽ തീപിടുത്തമുണ്ടായി. അപ്പോൾ ഫയർ ബ്രോക്ക് ഔട്ട് എന്നാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായോ? എ ഫയർ ബ്രോക്ക് ഔട്ട് ഇൻ എ മാർക്കറ്റ്. എവിടെ? എ മാർക്കറ്റ് ഒരു നൗണാണ്, അതിൻ്റെ മുമ്പിൽ എ വേണം. തുടങ്ങിയ ഫയറാണ്, ഫയറിൻ്റെ മുമ്പിൽ എ വേണം. തീ. എ ഫയർ ബ്രോക്ക് ഔട്ട് ഇൻ എ മാർക്കറ്റ് ആൻഡ് കോമ ഒക്കെ കഴിഞ്ഞിട്ടൊരു ആൻഡ് ഉണ്ടാവണം അല്ലേ. വേറൊരു കാര്യം കൂടെ പറയുകയാണ്. 20 people were injured. പാസീവായ കാര്യമാണ്, പക്ഷേ അവിടെ ആക്റ്റീവിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇഞ്ചേർഡ് എന്ന് പറയുന്നത് വേർ ഇഞ്ചേർഡ് എന്ന്, അവർക്ക് പരിക്കേൽക്കപ്പെട്ടു എന്നാണ്. പരിക്ക് അല്ലേ, അവർ സ്വയം ചെയ്ത കാര്യമല്ല, അവർ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ആ സംഭവിച്ച ആക്ഷൻ്റെ ഫലം അവരനുഭവിക്കുകയാണ്. അതുകൊണ്ട് ദ വേർ ഇഞ്ചേർഡ് എന്ന് തന്നെ പറയണം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ശരിയായ രീതി. പക്ഷേ പത്രക്കാർക്ക് ഇങ്ങനെ എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമുക്കില്ല കേട്ടോ. പോലീസ് അറസ്റ്റ് 2 in റോബറി കേസ്. റോബറി കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. റോബറി എന്ന് പറഞ്ഞാൽ മോഷണമാണ്. അപ്പോൾ മോഷണ കേസിൽ, കവർച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പോലീസിൻ്റെ മുമ്പിൽ ദാ വേണം. പോലീസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. മനസ്സിലായില്ലേ? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഒരു സംവിധാനത്തെയാണ് പോലീസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് യൂസ് ചെയ്യുന്നത്, ഒരു ടീമിനെ കുറിക്കാൻ. അപ്പോൾ ഒരു ടീമിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ദ നിർബന്ധമാണ്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ച് പറയുമ്പോൾ ദ ഇന്ത്യൻ ടീം എന്ന് തന്നെ പറയണം. അപ്പോൾ ഇത് പോലീസ് ഒരു ടീമാണ്. അപ്പോൾ ദ പോലീസ് മാത്രമല്ല, പോലീസ് ഒരു പ്ലൂറൽ വേർഡാണ്. ശ്രദ്ധിക്കണേ, പലർക്കും തെറ്റുന്ന ഒരു സംഗതിയാണ്. ദ പോലീസ് ഇസ് അല്ല, പോലീസ് ആർ ആണ് വരിക. ഓക്കെ, അവിടെ അപ്പോൾ ഇതിവിടെ സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ടാണ് അവിടെ ഇസു ആമോ ആറോ എന്ന് ഉപയോഗിക്കാത്തത്. ദ പോലീസ് അറസ്റ്റഡ്, പോലീസ് അറസ്റ്റ് ചെയ്തു. ആരെ? 2 people. ആ 2 people എന്നുള്ളതിനെ ഷോർട്ടാക്കിയിട്ട് വെറും 2 എന്നാണ് പത്രക്കാർ ഉപയോഗിക്കുക. എപ്പോഴാണ്? ഇൻ എ റോബറി കേസ്. അപ്പോൾ റോബറി കേസിന് മുമ്പിൽ, റോബറി കേസ് ഈസ് എ നൗൺ, സോ അതിൻ്റെ മുമ്പിൽ ഒരു ആർട്ടിക്കിൾ എ ഉപയോഗിച്ചിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? പത്രത്തിൽ ഈ ഹെഡ്ലൈൻ വരുമ്പോൾ പോലീസ് അറസ്റ്റ് 2 in റോബറി കേസ് എന്ന് മാത്രമേ വരികയുള്ളൂ. ഒരു എക്സാമ്പിളോടെ നോക്കാം. മിനിസ്റ്റർ ഓപ്പൺസ് ന്യൂ മെഡിക്കൽ കോളേജ്. ഇവിടെയാണ് നമുക്കൊരു സംശയം വരിക. ഇത് വാർത്ത വായിക്കുമ്പോഴാണ് ശരിക്കും നമുക്കതിൻ്റെ യഥാർത്ഥ മീനിങ് മനസ്സിലാവും. നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ റൂൾ വെച്ചിട്ടാണെങ്കിൽ മിനിസ്റ്റർ ഓപ്പൺഡ് ന്യൂ മെഡിക്കൽ കോളേജ്, മിനിസ്റ്റർ ഒരു പുതിയ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തു എന്നല്ലേ ചിന്തിക്കുക. പക്ഷേ ആ വാർത്ത ഫ്യൂച്ചറായിരുന്നു. അതായത് മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ന്യൂസായിരുന്നു. അതായത് ഇവിടെ ഓപ്പൺസ് യൂസ് ചെയ്തത് വിൽ ഓപ്പൺ എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, ദ മിനിസ്റ്റർ വിൽ, മിനിസ്റ്ററുടെ മുമ്പിൽ ദ വേണം അല്ലേ, വിൽ ഓപ്പൺ എ ന്യൂ മെഡിക്കൽ കോളേജ്. അപ്പോൾ ഞാൻ പറഞ്ഞു നടക്കാൻ പോകുന്ന കാര്യവും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയും. ഇപ്പോൾ ദ മിനിസ്റ്റർ വിസിറ്റ്സ് കേരള ടുമോറോ.
അതായത് മന്ത്രി നാളെ കേരളം സന്ദർശിക്കും, നാളെ സന്ദർശിക്കും. മിനിസ്റ്റർ വിൽ വിസിറ്റ് കേരള എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? മിനിസ്റ്റർ വിസിറ്റ്സ് കേരള ടുമോറോ. നമ്മൾ മലയാളത്തിലും അങ്ങനെ പറയാറുണ്ട് അല്ലേ? നാളെ മന്ത്രി കേരളം സന്ദർശിക്കുന്നു. തെറ്റുണ്ടോ? നാളെ മന്ത്രി കേരളം സന്ദർശിക്കും എന്നുള്ളത് നമ്മൾ മലയാളത്തിലും അങ്ങനെ പറയാറുണ്ട്. നാളെ മന്ത്രി കേരളം സന്ദർശിക്കുന്നു, നാളെ അവനിവിടെ വരുന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ നടക്കാൻ പോകുന്നൊരു കാര്യം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയാറുണ്ട്. എസ്പെഷ്യലി നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച ഷെഡ്യൂൾ ചെയ്ത കാര്യങ്ങൾ, അത് പ്രത്യേകം എടുത്തു പറയണം. മന്ത്രിയുടെ വരവ്, ഉദ്ഘാടനം പോലെയുള്ള സംഗതികളൊക്കെ നേരത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള, തീരുമാനിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ നേരത്തെ തീരുമാനിച്ച് നടത്താനിരിക്കുന്ന ഫ്യൂച്ചർ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഇതുപോലെ സിമ്പിൾ പ്രസൻസ് ഉപയോഗിക്കും. എസ്പെഷ്യലി ന്യൂസ് പേപ്പേഴ്സ് എപ്പോഴും ഉപയോഗിക്കുന്നു. നമുക്ക് നമ്മുടെ എഴുത്തിലും ഇത് ഉപയോഗിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. 4ാമത്തെ പോയിന്റ്, വേർബ് വാസ് റിമൂവ്ഡ് ഇൻ പാസീവ് സിമ്പിൾ പാസ്റ്റ്. അതായത് പാസീവ് വോയിസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഒരു സെൻറ്റൻസിനകത്ത് ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് പറയുന്ന കാര്യമാണ് പാസീവ് വോയിസ്. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, പശു പുല്ല് തിന്നുന്നു. പശുവിൽ നിന്നാണ് ഞാൻ സെൻറ്റൻസ് തുടങ്ങിയത്. അത് എനിക്ക് പുല്ലിൽ നിന്ന് തുടങ്ങാം. പുല്ല് പശുവിനാൽ തിന്നപ്പെടുന്നു, അല്ലെങ്കിൽ പുല്ല് പശു തിന്നുന്നു. പശു പുല്ല് തിന്നുന്നു, പുല്ല് പശു തിന്നുന്നു. ഒരു കാര്യം രണ്ട് രീതിയിൽ പറയാം. പശുവിൽ നിന്ന് തുടങ്ങാം, പുല്ലിൽ നിന്ന് തുടങ്ങാം. പുല്ലിൽ നിന്ന് തുടങ്ങുമ്പോൾ അത് ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയാണ്. അതിനെയാണ് പാസീവ് എന്ന് പറയാം. ഇംഗ്ലീഷിൽ അത്തരത്തിൽ ഉള്ള സെൻറ്റൻസുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. രാമൻ രാവണനെ കൊന്നു എന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന ഒരു സംഗതിയാണ് അല്ലേ? രാമ കിൽഡ് രാവണ. ഈ പാസീവ് വോയിസിൻ്റെ ഉദാഹരണത്തിൽ പറയുന്ന കാര്യമാണ്. രാവണ വാസ് കിൽഡ് ബൈ രാമ, എല്ലാവർക്കും അറിയാം. ഇവിടെ നോക്കി, 2 men, 2 ആളുകൾ, 2 യുവാക്കൾ, കിൽഡ് ഇൻ ട്വിൻ ട്രക്ക് ആക്സിഡൻറ്റ്. 2 ട്രക്ക് ആക്സിഡൻറ്റുകളിൽ 2 ആളുകൾ കിൽഡ് എന്ന് പറഞ്ഞാൽ കൊന്നു. ആരെ കൊന്നു അല്ലേ? ഐ കിൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നു. 2 men കിൽഡ്, 2 പേർ കൊന്നു. ആരെ? ഇവിടെ അങ്ങനെയല്ല അർത്ഥം. 2 men വേർ കിൽഡ് എന്നാണ്. 2 പേർ കൊല്ലപ്പെട്ടു എന്നാണ്. അപ്പോൾ അവിടെ എന്ത് വേണം? വേർ വേണം. ആ വേർ ഒഴിവാക്കിയിരിക്കുകയാണ്, മറച്ചു വെച്ചിരിക്കുകയാണ്. 2 men were killed in twin truck accidents എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള വാസ് അല്ലെങ്കിൽ വേർ പാസീവ് വോയിസിൽ ഹൈഡ് ചെയ്യുന്ന, ഒളിപ്പിച്ച് വെക്കുന്ന, റിമൂവ് ചെയ്യുന്ന ഒരു രീതി പത്രങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതൊരിക്കലും 2 men killed എന്നല്ല, 2 men were killed എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഓക്കെ, 2 പേർ കൊല്ലപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് വായനക്കാരൻ മനസ്സിലാക്കിയിരിക്കണം. കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. മാൻ കിൽഡ് ഇൻ റോഡ് ആക്സിഡൻറ്റ്. റോഡ് ആക്സിഡൻറ്റിൽ മാൻ കിൽഡ്, ഒരാൾ അല്ലെങ്കിൽ യുവാവ്, ഒരു വ്യക്തി കൊന്നു എന്നാണോ? അല്ല, കൊല്ലപ്പെട്ടു. അപ്പോൾ മാൻ വാസ് കിൽഡ് എന്നല്ലേ വേണ്ടത്? മാൻ ഒരു നൗൺ ആണെന്നുണ്ട്. എ മാൻ വാസ് കിൽഡ് ഇൻ എ റോഡ് ആക്സിഡൻറ്റ്. റോഡ് ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ റോഡിലുണ്ടാകുന്ന അപകടത്തിന് പറയുന്ന ഒരു നൗണാണ്. അതുകൊണ്ട് എ റോഡ് ആക്സിഡൻറ്റ്. ബ്രിഡ്ജ് ക്ലോസ്ഡ് ഫോർ റിപ്പയേഴ്സ്. ഈ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ജീവനില്ലാത്തൊരു സംഗതിയാണ്. അപ്പോൾ എന്തായാലും അതൊരു പാസീവിലായിരിക്കും വരിക. ജീവനില്ലാത്ത എന്തെങ്കിലും ഒരു സംഗതിയാണ് സബ്ജക്റ്റ് വരുന്നതെങ്കിൽ, ജീവനില്ലാത്തൊരു സംഗതിക്ക് ഒരു പ്രവൃത്തി, ഒരു ആക്ഷൻ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഇവിടെ ബ്രിഡ്ജ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജാണോ അടച്ചത്? അല്ല, ബ്രിഡ്ജ് അടച്ചിട്ടില്ല, ബ്രിഡ്ജ് അടക്കപ്പെടുക ചെയ്തത്. അതുകൊണ്ട് അത് പാസീവാണ്. അപ്പോൾ ബ്രിഡ്ജ് വാസ് ക്ലോസ്ഡ് ഫോർ റിപ്പയേഴ്സ് എന്നാണ് വേണ്ടത്. അപ്പോൾ അവിടെ വാസ് ചേർത്തിട്ടുണ്ടോ? ഇല്ല. എ ബ്രിഡ്ജ് ബ്രിഡ്ജ് ഒരു നൗണാണ്. അതുകൊണ്ട് എ ബ്രിഡ്ജ് വാസ് ക്ലോസ്ഡ് ഫോർ റിപ്പയേഴ്സിന് വേണ്ടിയിട്ട്, അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് അത് അടയ്ക്കപ്പെട്ടു. അപ്പോൾ വാസ് ഹിഡൻ ആണ് എന്തിൽ? ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ ആയിട്ടുള്ള ബ്രിഡ്ജ് ക്ലോസ്ഡ് ഫോർ റിപ്പയേഴ്സ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസിൽ. ഓക്കെ, ഇനി അടുത്ത ന്യൂസ് പേപ്പർ ഹെഡ്ലൈനാണ് ഡ്രഗ് റാക്കറ്റ് ബസ്റ്റഡ് ഇൻ സിറ്റി. ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് ചാനലിലെ ഹെഡ്ലൈനാണ് ഡ്രഗ് റാക്കറ്റ് ബസ്റ്റഡ് ഇൻ സിറ്റി. ഡ്രഗ് റാക്കറ്റ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് സംഘം, ബസ്റ്റഡ് എന്ന് പറഞ്ഞാൽ പിടികൂടി, ഇൻ സിറ്റി എവിടെ? സിറ്റിയിൽ. ഡ്രഗ് റാക്കറ്റ് മയക്കുമരുന്ന് സംഘം പിടികൂടി എന്നാണോ? അല്ല, മയക്കുമരുന്ന് സംഘം പിടികൂടപ്പെട്ടു, പോലീസ് പിടിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ എന്ത് വേണം? ദ ഡ്രഗ് റാക്കറ്റ് വാസ്. ഡ്രഗ് റാക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിന് വിളിക്കുന്ന സിംഗുലർ വേർഡാണ്. പോലീസ് പ്ലൂറലാണെങ്കിലും ഡ്രഗ് റാക്കറ്റ് പ്ലൂറലല്ല, മനസ്സിലാക്കണം. അപ്പോൾ ഡ്രഗ് റാക്കറ്റ് വാസ് ബസ്റ്റഡ് ഇൻ ദ സിറ്റി. ഓക്കെ, ഗോട്ട് ഇറ്റ്? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. എനിക്കറിയാം ചിലപ്പോൾ ചില ആളുകൾക്ക്, പുതിയ ആളുകൾക്കൊക്കെ, തുടക്കക്കാരായ ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവാം. നിങ്ങൾക്ക്
താഴെ ചോദിക്കാവുന്നതാണ്. പിന്നെ അത്തരക്കാരോട് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ കോഴ്സ് നിങ്ങളുടെ ലൈഫിലൊരു വലിയ തീരുമാനമായിരിക്കും. നിങ്ങളതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയവും അതിൻ്റെ ഫീസായിട്ടുള്ള ഒരു ചെറിയ തുകയും അതൊരിക്കലും നഷ്ടം വരില്ല. നിങ്ങൾക്ക് അതുപോലെ അതിൻ്റെ കൂടെ കിട്ടുന്ന ബുക്കൊക്കെ നിങ്ങൾക്ക് ജനറേഷൻസിന് കൈമാറാൻ പറ്റുന്ന ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സംഗതിയാണ്. നിങ്ങൾക്ക് 10-15 വർഷം നിങ്ങൾ അധ്വാനിച്ചിട്ട് കിട്ടാത്തൊരു സ്കില്ല് ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. വളരെ സക്സസ്ഫുള്ളായിട്ട് 7 ബാച്ചുകളായി 7ാമത്തെ ബാച്ചാണ്. ഒരുപാട് ആളുകൾ ഉപയോഗപ്പെടുന്ന കോഴ്സാണ്. അത് ചെയ്തോളാം കേട്ടോ. ഓക്കെ, ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ നമ്പർ പിൻ ചെയ്ത് വെക്കാം. അതിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഇന്നത്തെ ലാസ്റ്റ് പോയിൻ്റ്, ബി വേർബ്സ് ഒമിറ്റഡ് ഇൻ കണ്ടിന്യൂസ് ടെൻസ്. നമുക്കറിയാം കണ്ടിന്യൂസ് ടെൻസുകളിൽ ഇപ്പോൾ ഐ എം ഗോയിങ്, ഐ എം ടീച്ചിങ്, ഹീ ഈസ് കമ്മിങ്, വി ആർ ഡൂയിങ് സം വർക്ക്, ഇതിലൊക്കെ എന്തുണ്ട്? ഇതെല്ലാം ING രൂപങ്ങളാണ്, മീൻസ് കണ്ടിന്യൂസ് ടെൻസുകളാണ്. ഐ എം ടീച്ചിങ് എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ ആം ഉണ്ട്. വി ആർ ഗോയിങ്, ഞങ്ങൾ പോവുകയാണ്, കണ്ടിന്യൂസ് ആണ്. അല്ല, വി ആർ ഡൂയിങ് ദ വർക്ക്, അപ്പോൾ അവിടെ ആറുണ്ട്. ഈസ്, ആം, ആറ്, വാസ്, വേർ, ഇതിനെയാണ് ബി ഫോംസ് എന്ന് പറയുക. ഈസ്, ആം, ആർ, വാസ്, വേർ പോലെയുള്ള ഓക്സിലറി വെർബുകളെയാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. ഇത് ബി ഫാമിലിയിലുള്ള വാക്കുകളാണ്. അപ്പോൾ ഇതിനെ അവോയ്ഡ് ചെയ്യും. ഈ പറയുന്ന വാക്കുകൾ കണ്ടിന്യൂസ് ടെൻസിൽ കമ്പൽസറിയാണ്. ഐ എം ഗോയിങ്, ഹീ ഈസ് കമ്മിങ് എന്നൊക്കെ പറയുമ്പോൾ ഇസും ആമൊക്കെ നിർബന്ധമാണ്. പക്ഷേ ന്യൂസ് പേപ്പറിൽ ചിലപ്പോൾ വരുന്നത് മനഃപൂർവ്വം റിമൂവ് ചെയ്യും. അതിനുള്ള കാരണം ജേർണലിസ്റ്റിക് സ്റ്റൈൽ അങ്ങനെയാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. അതിൻ്റെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഡിസൈനിങ്ങും ലേഔട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ട് പരമ്പരാഗതമായിട്ട് അങ്ങനെ ഫോളോ ചെയ്തു വരുന്ന ചില രീതികളാണ്. അത് അക്സെപ്റ്റഡ് ആണ്. ഓക്കെ, നോക്കി, പോലീസ് സെർച്ചിങ് ഫോർ എ മാൻ ഹു കിൽഡ് ഹിസ് വൈഫ്. നിങ്ങൾ ഗ്രാമർ പഠിച്ച ആളാണെങ്കിൽ അറിയാം, സെർച്ചിങ് എന്ന് പറയുന്നത് ഒരു ING വെർബാണ്. സ്വാഭാവികമായിട്ട് ഇത് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ അവിടെ പോലീസ് കഴിഞ്ഞിട്ട് ഈസ്, ആം, ആർ, വാസ്, വേറിൽ എന്തെങ്കിലും വേണം. ഇത് പ്രസൻ്റ് ആയതുകൊണ്ട് പ്രസൻറ്റിൽ എന്തെങ്കിലും വേണം. അപ്പോൾ ഇവിടെ എന്താ? പോലീസ്. പോലീസ് എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. പോലീസ് ആർ സെർച്ചിങ് എന്ന് തന്നെ വേണം. അപ്പോഴാണത് ഗ്രാമർ കറക്റ്റ് ആവുക. പോലീസ് ആർ സെർച്ചിങ് ഫോർ എ മാൻ ഹു കിൽഡ് ഹിസ് വൈഫ്. ഭാര്യയെ കൊന്ന വ്യക്തിയെ പോലീസ് തിരയുകയാണ്. ദ ഹിന്ദുവിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ്. പോലീസ് സെർച്ചിങ് എന്നത് പോലീസ് ആർ സെർച്ചിങ് എന്ന് വേണം. ഇതുപോലെ വേറെയും ചില എക്സാമ്പിൾസ് നോക്കാം. പോലീസ് ആർ സെർച്ചിങ് ഫോർ മിസ്സിംഗ് ചൈൽഡ് എന്നുള്ളത് എങ്ങനെയാണ് ഹെഡ്ലൈനായിട്ട് വന്നിരിക്കുന്നത്? പോലീസ് സെർച്ചിങ്. ശരിക്കും അത് പോലീസിന് മുമ്പിൽ ദ വേണം. ദ പോലീസ് ആർ സെർച്ചിങ് ഫോർ മിസ്സിംഗ് ചൈൽഡ്. ദ പോലീസ് ആർ സെർച്ചിങ് ഫോർ എ മിസ്സിംഗ് ചൈൽഡ്. ആ മിസ്സിംഗ് ചൈൽഡിൻ്റെ മുമ്പിലും ഒരു എ വേണം അല്ലേ? ദ പോലീസ് ആർ സെർച്ചിങ് ഫോർ എ മിസ്സിംഗ് ചൈൽഡ്. അടുത്ത ഒരു ഹെഡ്ലൈൻ നോക്കി, ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റിംഗ് ഓവർ ന്യൂ ബിൽ. നിങ്ങൾ സ്വന്തം ഒന്ന് അതിനെ നന്നാക്കി എഴുതിയ, ഗ്രാമർ റൂൾ പ്രകാരം ശരിയാക്കി എഴുതിയ, ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റിംഗ് ഓവർ ന്യൂ ബിൽ. ഫാർമേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. അതുകൊണ്ട് ഫാർമേഴ്സ് ആർ പ്രൊട്ടസ്റ്റിംഗ് ഓവർ ദ ന്യൂ ബിൽ. എന്തുമായി ബന്ധപ്പെട്ടതാ? ന്യൂ ബില്ലുമായി ബന്ധപ്പെട്ടതാ. ന്യൂ ബില്ലിന് പ്രാധാന്യമുണ്ട്, അതിനെ എംഫസൈസ് ചെയ്ത് പറയണം. അതുകൊണ്ട് ദ വേണം, ദ ന്യൂ ബില്ലെന്ന് വേണം. പക്ഷേ ഫാർമേഴ്സിൻ്റെ മുമ്പിൽ എന്ത് വേണ്ട? ദ വേണ്ട. കാരണം ഒരു പ്ലൂറൽ നൗണ് ഒരു കൂട്ടത്തെ സൂചിപ്പിക്കാൻ പറയുന്ന സമയത്ത് നമുക്ക് ദായുടെ ആവശ്യമില്ല. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാമർ റൂളാണ്. ശ്രദ്ധിക്കുക, ഞാൻ ഒരു ഉദാഹരണം സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ പശു ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആനിമലാണ്. കൗ ഈസ് എ യൂസ്ഫുൾ ആനിമൽ എന്ന് പറയുമ്പോൾ ദ വേണം. ഞാൻ പറയുന്നതോട് ശ്രദ്ധിക്കൂ. ദ കൗ ഈസ് എ യൂസ്ഫുൾ ആനിമൽ എന്നേ പറയാൻ പാടുള്ളൂ. കൗ എന്ന് പറയുന്ന ഒരു നൗണില്ലേ, ആ നൗണ് ദ കൗ എന്ന് പറയുമ്പോൾ, കൗ എന്ന് പറയുന്ന നൗണ് ഈ പശു എന്ന് പറയുന്ന ഒരു വലിയ സമൂഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടി മൊത്തത്തിൽ ഉപയോഗിക്കുന്നൊരു വേർഡാണ്. നോക്കിയേ, ദ കൗ അല്ല, പശു. ഒരു പശുവിനെയാണോ? എൻ്റെ വീട്ടിലിരിക്കുന്ന ഒരു പശുവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്? അല്ല, ലോകത്തിലെ എല്ലാ പശുക്കളും. ദ കൗ ഈസ് എ യൂസ്ഫുൾ ആനിമൽ. അതേസമയം ഇതേ കാര്യം എനിക്ക് കൗവിന് പ്ലൂറലായിട്ട് പറയാം. കൗസ് ആർ യൂസ്ഫുൾ ആനിമൽസ് എന്ന് പറഞ്ഞൂടെ? പശുക്കൾ ഉപയോഗമുള്ള ജീവിയാണ് പശുക്കൾ. കൗസ് ആർ, അവിടെ ദാ പാടില്ല. അതായത് ഒരു നൗണ് ഒരു കൂട്ടത്തെ, ഒരു പ്ലൂറൽ നൗണ് ഒരു കൂട്ടത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുമ്പോൾ ദാ വേണ്ട. ഇവിടെ ഫാർമർ അല്ല,
ഒരു ഫാർമർ ആയിരുന്നെങ്കിൽ മീൻസ് സിംഗുലറായിട്ടാണ് പറയുന്നതെങ്കിൽ ദ ഫാർമർ എന്നാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ ഫാർമേഴ്സ് എന്ന് പറയുന്ന ഒരു കർഷകരുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ പ്ലൂറലാക്കി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പ്ലൂറലാക്കി പറയുമ്പോൾ ദ വേണ്ട, ദ ഫാർമേഴ്സ് എന്ന് വേണ്ട, ഫാർമേഴ്സ്. ഇപ്പോൾ കൗസ് ആർ യൂസ്ഫുൾ ആനിമൽ എന്ന് പറയുന്നത് പോലെ ഫോക്സസ് ആർ കണ്ണിങ് ആനിമൽ. ഫോക്സസ് മീൻസ് കുറുക്കന്മാർ ഭയങ്കര സൂത്രശാലികളാണ്. ഫോക്സസ് ആർ കണ്ണിങ്. അത് ഒരു ഫോക്സിനെ സിംഗുലറായിട്ടാണ് പറയുന്നെങ്കിലോ ദ ഫോക്സ് ഈസ് എ കണ്ണിങ് ആനിമൽ. മനസ്സിലായോ? ഓക്കെ. ഒഫീഷ്യൽസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഫുഡ് പോയ്സണിങ് ഇൻസിഡൻറ്റ്. ഇതെങ്ങനെയാണ് ഈ ഹെഡ്ലൈൻസിനെ കറക്റ്റാക്കുക? ഒഫീഷ്യൽസിന് മുമ്പിൽ ഇതാ വേണ്ട. ഒഫീഷ്യൽസ് കഴിഞ്ഞിട്ട് ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ്, അത് പ്ലൂറലാണ്. അപ്പോൾ ഒഫീഷ്യൽസ് ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ ഫുഡ് പോയ്സണിങ് ഇൻസിഡൻറ്റ്. എന്തിനെക്കുറിച്ചാണ്? ഫുഡ് പോയ്സണിങ് ഇൻസിഡൻറ്റിനെ കുറിച്ച്. ഭക്ഷ്യ വിഷബാധയുമായി ബന്ധപ്പെട്ട സംഭവത്തെക്കുറിച്ചാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനകത്ത് നമ്മൾ എംഫസൈസ് ചെയ്യുന്നൊരു കാര്യം. അതുകൊണ്ട് അതിൻ്റെ മുമ്പിൽ ഇതാ വേണം. ഒഫീഷ്യൽസ് ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് എന്ത്? ദ ഫുഡ് പോയ്സണിങ് ഇൻസിഡൻറ്റ്, അതായത് ഭക്ഷ്യ വിഷബാധയുമായി ബന്ധപ്പെട്ട സംഭവത്തെക്കുറിച്ച്. നമ്മളിന്ന് പഠിച്ച പോയിന്റുകൾ ഒന്ന് ചുരുക്കി പറയാം. 5 കാര്യങ്ങളാണ് പത്രങ്ങൾ വായിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്. 1, വിൽ റിമൂവ്ഡ് ആൻഡ് ടു ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ്. വില്ലിന് പകരം ഫ്യൂച്ചർ പറയാൻ വേണ്ടി ടു ഉപയോഗിക്കുന്നു. ഉദാഹരണങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, ഇനി ഞാൻ സമയം കളയുന്നില്ല. ആർട്ടിക്കിൾസ് റിമൂവ്ഡ്, അതായത് എ ആൻഡ് ദ പോലെയുള്ള ആർട്ടിക്കിൾസ് ഹെഡ്ലൈൻസ് ചെറുതാക്കാൻ വേണ്ടിയിട്ട് റിമൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ എവിടെയാണ് ദ ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്കറിയാം, എന്നിട്ടും അത് പല സ്ഥലങ്ങളിലും ഒഴിവാക്കുന്നു. 3ാമത്തെ പോയിൻ്റ്, സിമ്പിൾ പ്രസൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹെഡ്ലൈൻസ്. ഹെഡ്ലൈൻസ് പറയാൻ എപ്പോഴും കഴിഞ്ഞു പോയ കാര്യം പറയാനും ഫ്യൂച്ചർ പറയാനും സിമ്പിൾ പ്രസൻറ്റ് തന്നെ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്നു. 4ാമത്തെ പോയിൻ്റ്, വേർബ് വാസ് അല്ലെങ്കിൽ വേർ റിമൂവ്ഡ് ഇൻ പാസീവ് സിമ്പിൾ പാസ്റ്റ്. അതായത് സിമ്പിൾ പാസ്റ്റിലുള്ള പാസീവ് വോയിസിലുള്ള സെൻറ്റൻസുകളിൽ വാസും വേറും വേണം, പക്ഷെ അത് ഒഴിവാക്കുന്നു. അവസാനമായിട്ട് നമ്മൾ ബി വേർബ്സ് ഈസ്, ആം, ആർ, വാസ്, വേറെ പോലെയുള്ള ഈസ്, ആം, ആർ, വാസ്, വേർ പോലെയുള്ള ബി വെർബുകൾ ഒമിറ്റ് ചെയ്യപ്പെടുന്നു കണ്ടിന്യൂസ് ടെൻസിൽ. അത് വളരെ ഗുരുതരമായ തെറ്റാണ്. നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ ഈസ്, ആം, ആർ ഒഴിവാക്കിയ, പക്ഷേ പത്രക്കാർ ചെയ്താൽ തെറ്റില്ല. ഇത്രയുമാണ് ഈ സെഷനിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.